ലോക്കോ പൈലറ്റുമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി CITU. ജീവനക്കാരുടെ സമരത്തിന് പിന്തുണയേകി CITUവിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കോഴിക്കോട് തൊഴിലാളി വിരുദ്ധ സമീപനം തുടരുന്ന റെയിൽവേയുടെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും ആവശ്യമായ വിശ്രമ സമയം ജീവനക്കാർക്ക് അനുവദിക്കണമെന്നും CITU ആവശ്യപ്പെട്ടു. അർഹമായ വിശ്രമ സമയം അനുവദിക്കാത്ത റെയിൽവേ നടപടിക്കെതിരെ ജൂൺ ആദ്യം മുതൽ ലോക്കോ പൈലറ്റുമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് സംസ്ഥാനത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് CITUവിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേയുടെ തൊഴിലാളി വിരുദ്ധ സമീപനം അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും തുടരെയായി ഉണ്ടാകുന്ന റെയിൽവേ അപകടങ്ങൾക്കടക്കം കാരണം ജീവനക്കാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന സമ്മർദ്ദവും അധിക സമയ ജോലിഭാരവുമാണെന്ന് ജില്ലാ ട്രഷറർ PK സന്തോഷ് പറഞ്ഞു. ലോക്കോ പൈലറ്റുമാരെ ആവശ്യത്തിന് നിയമിക്കുന്നില്ല. ഇത് കാരണം അപകടങ്ങൾ വരികയാണ്. നമ്മളിപ്പോൾ കണ്ടു അംബാലയിൽ നടന്നിട്ടുള്ള ഒരു ട്രെയിൻ അപകടം. ആ സാഹചര്യത്തിലാണ് ലോക്കോ പൈലറ്റുമാർ തീരുമാനിച്ചത്, ഞങ്ങൾ 10 മണിക്കൂറിലധികം കൂടുതൽ നേരം വണ്ടി ഓടിക്കില്ല. ഇവർ കുടുംബമുള്ളവരാണ്, ഇവർക്ക് ആവശ്യമായിട്ടുള്ള റെസ്റ്റ് വേണം. 40 മണിക്കൂർ അവർക്ക് വീക്കിലി റെസ്റ്റ് ആവശ്യമുണ്ട് എന്ന ഡിമാൻഡ് അവർ മുന്നോട്ട് വെച്ചത്. ഈ ഡിമാൻഡുകളൊക്കെ എല്ലാ തരത്തിലെടുത്ത് പരിശോധിച്ചാലും ന്യായമാണ്. ഇത് ലോക്കോ പൈലറ്റുമാരുടെ മാത്രം ആവശ്യമായിട്ട് കാണാൻ പറ്റില്ല. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ആവശ്യം കൂടിയാണ്. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക്കോ പൈലറ്റുമാർ നടത്തുന്ന സമരം 3ാം വാരത്തിലേക്ക് കടന്നിട്ടുണ്ട്. റെയിൽവേ ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കാതെയാണ് സമരം. എന്നാൽ സമരത്തെ നേരിടാനാണ് റെയിൽവേയുടെ തീരുമാനം. വിഷയത്തിൽ ഇടപെടാൻ കേരള തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി കേന്ദ്ര റെയിൽവേ കാര്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.